ഇത് മൂന്നാമത്തെ സൈക്കിളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ 36,000 കിലോമീറ്റർ. ഞാൻ കുർബാന ചെല്ലാനായിട്ട് 26-27 കിലോമീറ്ററൊക്കെ സൈക്കിൾ ചവിട്ടാറുണ്ട്. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മണിപ്പൂർ മിഷൻ ശുശ്രൂഷകൾക്കിടയിൽ ഞങ്ങൾ കൗതുകമുണർത്തിയ ഒരു രംഗം. ഏതൊരു മിഷനറിക്കും ഏറെ ആവേശവും പ്രോത്സാഹനജനകവുമായ ഒരു മിഷൻ അനുഭവം. തലയിൽ ഒരു തൊപ്പിയും ഒരു ട്രൗസറും ടീഷർട്ടുമിട്ട് സൈക്കിൾ ചവിട്ടി വരുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമൊരുക്കിയ SH സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സ് വളരെ ആദരവോടെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അദ്ദേഹം ഒരു വൈദികനായിരുന്നു. കടുത്ത മഞ്ഞും മഴയും അവഗണിച്ച് മലകളും കുന്നുകളും ഒന്നും വകവയ്ക്കാതെ സൈക്കിളിൽ സവാരി ചെയ്ത് ദൈർഘ്യമേറിയ യാത്ര, അതിലൂടെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി നിന്ന് ജനങ്ങൾക്ക് വേണ്ടി അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന ഒരു ഡോൺ ബോസ്കോ വൈദികനാണെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നി. അദ്ദേഹത്തിന്റെ പേരാണ് ഫാദർ ഫ്രാൻസിസ് ചെറുവിള SDB. അച്ഛൻ 1953 വൈദിക പട്ടം സ്വീകരിച്ച് ഈ നോർത്ത് ഈസ്റ്റിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിൽ വിവിധ ട്രൈബുകളുടെ ഇടയിൽ നാളുകളായിട്ടുള്ള അനുഭവ സമ്പത്തുമായിട്ടാണ് ഇവിടെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഞാൻ അച്ഛനെ കുറിച്ച് കേട്ടത്, അച്ഛനെ എല്ലാവരും വിളിക്കുന്നത് ബൈസിക്കിൾ ഫാദർ എന്നാണ്. എങ്ങനെയാണ് ഈ സൈക്കിൾ അച്ഛൻ എന്ന പേരിൽ അച്ഛൻ അറിയപ്പെടാൻ തുടങ്ങിയത്? 1986 മുതൽ ഞാൻ മണിപ്പൂരിലാണ് സേവനം തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിലും പാരിഷിലുമൊക്കെ കുക്കികളും മൈത്തേകളും നാഗ ഗോത്രങ്ങളിലുള്ള എല്ലാ കൂട്ടരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് യൂറോപ്പിൽ നിന്നും 5 ചെറുപ്പക്കാർ സൈക്കിളിൽ വന്നു. 5000 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി അവർ ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാമിനായിട്ടാണ് വന്നത്. ആ സമയത്ത് എനിക്കും ഇതുപോലെ തോന്നി, അവർ സൈക്കിൾ ചവിട്ടുന്ന പോലെ ഞാനും ചവിട്ടിയാലും എല്ലാവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരുടെ വീടുകളിൽ താമസിക്കുവാനും അവരുടെ കൂടെ ഒരുമിച്ച് പോരുവാനുമുള്ള ഒരു അവസരം കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ജോലിക്കും ഞാൻ സൈക്കിൾ മാത്രം പോയി തുടങ്ങി. അതുകൊണ്ട് ഒരുപാട് ആളുകളുടെ കൂടെ ജീവിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും പുരോഹിത്യം ഒരു നല്ല സേവനമെന്ന നിലയിൽ കൊണ്ടുവരാനുമുള്ള അനുഗ്രഹം സൈക്കിളിൽ നിന്ന് എനിക്ക് കിട്ടി. അച്ഛൻ 1969 നോർത്ത് ഈസ്റ്റിൽ കാലുകുത്തിയതാണ്. ഇപ്പോൾ 55 വർഷം കഴിഞ്ഞു. റിട്ടയർമെൻറ്റിൻ്റെ സമയം കഴിഞ്ഞ് അച്ഛൻ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അച്ഛൻ ഇപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ, യുവജനങ്ങളെപ്പോലെ സൈക്കിളുമായി ദീർഘ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എവിടെയൊക്കെ ഈ യാത്രകൾ ചെയ്തു കാണും? അതുപോലെ എത്ര കിലോമീറ്റർ അച്ഛൻ ചെയ്തു കാണും? ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കാരണം വെറും 69 വയസ്സ് മാത്രമേ ഉള്ളൂ എനിക്ക്. ഈ കഴിഞ്ഞ കാലത്തൊക്കെ ദൈവാനുഗ്രഹത്താൽ നോർത്ത് ഈസ്റ്റിലെ 4 സംസ്ഥാനത്തിൽ ഞാൻ പോകാനുള്ള അനുഗ്രഹം കിട്ടി. മേഘാലയ, ആസാം, നാഗാലാൻഡ്, മണിപ്പൂർ. ഇത് മാത്രമല്ല, മണിപ്പൂരിൽ തന്നെ ഷിരോയിൽ നിന്ന് തമൻഗ്ലോങ് വരെ, മൊറയിൽ നിന്ന് ഡിമപ്പൂർ വരെ പോകാനുള്ള അവസരം കിട്ടിയിരുന്നു. ഇത് മൂന്നാമത്തെ സൈക്കിളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ 36,000 കിലോമീറ്റർ. ഇതെല്ലാം ചെയ്തത് ഞാനല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ദൈവം അനുവദിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ സ്ട്രെങ്ത് എന്നിൽ ഉള്ളതുപോലെ ചെയ്യാം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കാര്യത്തിലല്ലേ. അച്ഛൻ്റെ പല യാത്രകളും 300 കിലോമീറ്ററിലധികം വരുന്ന ദൈർഘ്യമേറിയ യാത്രകളാണ്. പക്ഷെ ഇങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക്
വലിയ വാഹനങ്ങൾ സംഘടിപ്പിച്ചാൽ വളരെ എളുപ്പത്തിലെത്താം. തന്നെയല്ല, രാത്രിയും പകലും നീണ്ട് ഉള്ള യാത്രകൾ, മഞ്ഞും അതിശക്തമായ മഴയൊക്കെയുള്ള സമയങ്ങൾ, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് വലിയ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ അത് കുറേ കൂടെ ശ്രമകരമല്ലേ? എന്താണ് അച്ഛൻ അതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? വലിയ വാഹനങ്ങൾ എല്ലാ സമയത്തും പോകാമുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ മണിപ്പൂരിലെ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ പലപ്പോഴും വലിയ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോൾ ഡ്രൈവറെ കിട്ടുന്നില്ല. ആ സമയത്തൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളുടെ വികാരി അച്ഛനോട് പറയുമായിരുന്നു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്നും അറേഞ്ച് ചെയ്യേണ്ട, എവിടെയാണ് കുർബാന, ഏത് സമയത്താണ് കുർബാന, എൻ്റെ മാലാഖയായ സൈക്കിൾ എൻ്റെ കൂടെ ഉണ്ടാവും, സൈക്കിൾ എന്നെ സഹായിച്ച് ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ സൈക്കിൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേണ്ടവർക്ക് കുർബാന സമയത്ത് വന്ന് അർപ്പിക്കാനും അവരുടെ കൂടെ പ്രാർത്ഥിക്കാനുമുള്ള ആ അവസരം സൈക്കിൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ മാലാഖയായ സൈക്കിളിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ അച്ഛൻ തെരഞ്ഞെടുത്ത ഈ മാർഗം മറ്റു മാർഗങ്ങളെക്കാൾ എത്രമാത്രം വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം അച്ഛന് പ്രയോജനകരമായിട്ടുണ്ട് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ഈ സൈക്കിൾ യാത്രയിലൂടെ കുർബാനയായിട്ടോ മറ്റേ കാര്യങ്ങളെ വേണ്ടി ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ സാധാരണക്കാരെ കണ്ടുമുട്ടാനും യുവജനങ്ങളുടെ കൂടെ കൂടുതൽ പ്രവർത്തിക്കാനുമുള്ള അവസരം കിട്ടുന്നു. കാരണം നമ്മൾ സാധാരണ ഒരു ജീപ്പിൽ പോയി പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് ജീൽബങ്ക് വരുന്നു, ആളുകളെ കാണുന്നില്ല. പക്ഷേ ഇതാണെങ്കിൽ വഴിയരികെ ഓർഡിനറി സാധാരണക്കാരെ കാണാം. യുവജനങ്ങളുടെ ഇഷ്ടങ്ങളനുസരിച്ച് നമ്മൾ അവരോട് സംസാരിക്കാം. അതുകൊണ്ട് ഈ അവസരമാണ് ആളുകളെ, സാധാരണക്കാരെ കാണാനും അവരോട് കൂടെ ഈശോയെ പറ്റി പറയാനും ഈശോയുടെ കാര്യങ്ങൾ നമുക്കറിയാവുന്നത് ഷെയർ ചെയ്യാനുമുള്ള ഒരവസരം ഞാൻ ഈ സൈക്കിളിൽ കൂടെ കാണുന്നു. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ഒരു അനുഗ്രഹമാണ്. സാധാരണക്കാരെ കാണാനും പ്രത്യേകിച്ച് യുവജനങ്ങൾ ഈ സൈക്കിൾ കാണുമ്പോൾ അതിൻ്റെ കൂടി വരും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ അച്ഛൻ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നതൊക്കെ ചോദിക്കും. അങ്ങനെ അവരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഭയങ്കര സന്തോഷകരമാണ്. Don Bosco will shine tonight, Don Bosco will shine, Don Bosco will shine tonight, all through the night, Don Bosco will shine tonight, Don Bosco will shine, when the sun goes down and the moon comes up, Don Bosco will shine. Every morning they come to wake me up. ഈ മണിപ്പൂരിലെ യാത്രകൾ വളരെ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് യാത്രകളിൽ ലാൻഡ് സ്ലൈഡ് എപ്പോഴും ഒരു ഭീഷണിയാണ്. മഴ, അതുപോലെ തന്നെ ശക്തമായ മഞ്ഞ്, ഇതിനിടയിൽ രാവിലെയുള്ള യാത്രകളും രാത്രിയുള്ള യാത്രകളും, ഇതൊക്കെ ഇത്രയൊരു റിസ്ക് എടുത്ത് യാത്ര ചെയ്തതിൻ്റെ പേരിൽ എന്തെങ്കിലും അനുഗ്രഹമായി, ജനത്തിന് അതൊരു അനുഗ്രഹമായി എന്ന രീതിയിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ അച്ഛന് തോന്നിയിട്ടുണ്ടോ? ഞാൻ കുർബാന ചെല്ലാനായിട്ട് 26-27 കിലോമീറ്ററൊക്കെ സൈക്കിൾ ചവിട്ടാറുണ്ട്. ഒരിക്കൽ ഒരു വട്ടം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ ഈശോ കാൽവരിയിൽ പോയപ്പം കുരിശും കൊണ്ടാണ് പോയത്, അച്ഛൻ പോകുന്നത് സൈക്കിളും കൊണ്ടാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഈശോ സഹിച്ചതുപോലെ എനിക്ക് സഹിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ലെങ്കിലും സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ മസിലൊക്കെ വളരെ വേദനയാണ്, ചിലപ്പോൾ ഭയങ്കര വിയർപ്പൊക്കെ വരും. അതെല്ലാം ഒരു ചെറിയ സഹനമായിട്ട് സ്വീകരിച്ച് ആളുകളോട് കൂടെ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ ആളുകളും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം കൊണ്ടുവന്ന് കുർബാനയിൽ അർപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അത് അർപ്പിക്കുന്നു. അത് കാൽവരിയിലെ യാഗം പോലെ തന്നെ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളും അത് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൈക്കിൾ ചവിട്ടി ബുദ്ധിമുട്ടൊക്കെ സ്വീകരിച്ച് കൊണ്ടുചെല്ലുന്നത് നമുക്ക് അർപ്പിക്കാവുന്നത് ദൈവത്തിന് അർപ്പിക്കുക. അത് തന്നെ ഈശോയ്ക്ക് വളരെ സ്വീകാര്യമായ ഒരു യാഗമാണെന്ന് എനിക്ക്
തോന്നുന്നുണ്ട്. സംഘർഷപൂരിതമായ മണിപ്പൂരിനെ കുറിച്ചുള്ള ഭാവി എന്തായിരിക്കും? പ്രത്യേകിച്ച് മണിപ്പൂരിലുള്ള ക്രിസ്ത്യൻ മിഷണറികളെ കുറിച്ചുള്ള ഭാവി എന്തായിരിക്കും? വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾ ഒന്നിച്ചു പാർക്കുന്ന ഈ മണിപ്പൂരിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടോ? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും ഒരു വൈദികൻ എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് ഇതാണ്. പല പല സംഘർഷങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഗോത്രങ്ങൾ ഒന്ന് മറ്റേതിനെതിരായിട്ടുള്ളതായിരുന്നു. പക്ഷേ ക്രിസ്തീയ മതത്തിനെതിരായിട്ടോ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടോ ആണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. നിർഭാഗ്യവശാൽ ഈ നടന്ന സംഘർഷങ്ങളിൽ പല ദേവാലയങ്ങളും കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആ ഗോത്രങ്ങളുടെ പേരിലാണ് നഷ്ടപ്പെടുത്തിയത്. മതത്തിൻ്റെ പേരിലോ ക്രിസ്തീയ മതത്തിൻ്റെ പേരിലോ ഒന്നുമല്ല. ഈ കലാപങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടന്ന ഇംഫാലിലും നമുക്കിപ്പോഴും കാണാം. നമ്മുടെ കത്തീഡ്രലിനോ ബിഷപ്സ് ഹൗസിനോ ഡോൺ ബോസ്കോയ്ക്കോ എതിരായിട്ടൊന്നും ആരും ചെയ്തിട്ടില്ല. കാരണം അവരെല്ലാവരും ക്രിസ്തീയ മതത്തിനെതിരായിട്ടല്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ആഗ്രഹം ഇത് മാത്രമാണ്, എല്ലാവരും ഒരുമിച്ച് വന്ന് ചേരുക. കാരണം നമ്മളെല്ലാ ഗോത്രങ്ങളെയും സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഗോത്രങ്ങളുടെ കൂടെയും സന്തോഷത്തിലും സന്മനസ്സിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവാനുഗ്രഹം വഴി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടട്ടെ, ഈ കലാപങ്ങളെല്ലാം തീരട്ടെ എന്നാണ് എൻ്റെ ആശ, എന്നാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ പ്രതീക്ഷ. ഓരോ മിഷണറികൾക്ക് വേണ്ടിയും അച്ഛൻ നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ലക്ഷ്യം ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഏറെയാണ്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികൾ വളരെ ചെറുതാണ്.